ബി.ജെ.പി. ഇപ്പോ പാണക്കാട് തങ്ങന്മാരെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റില്ല. ബി.ജെ.പിക്കാര് പാണക്കാട് തങ്ങളെയൊക്കെ അംഗീകരിക്കുന്നതും അവരുടെയൊക്കെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. കാരണം കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. ബി.ജെ.പി. കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചു ജാതിയും മതവും വേർതിരിച്ച് വോട്ട് മേടിക്കാൻ. വർഗീയത ആളിക്കത്തിച്ചു. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും LDF ഉണ്ടാക്കി. ആ മോഹങ്ങളൊക്കെ പൊളിഞ്ഞപ്പോൾ അവർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനമായിട്ടൊക്കെ വരും. അതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ അത് നിങ്ങൾ തീരുമാനിച്ചെങ്ങനെ എന്നെ പറയാൻ സമയത്ത് അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചതിന് കാര്യം പറയട്ടെ. ഈ UDF സംവിധാനത്തിലാണ് 102 സീറ്റ്. UDF എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് പ്രതിസന്ധി നേരിട്ടപ്പോഴും ഒക്കെ എന്തിന് ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് കൃത്യമായ മതേതര നിലപാടാണ്. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാനുള്ള ഒരു നടപടിയും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഒരംശം ഉണ്ടായിട്ടില്ല. എപ്പോഴും ആ മതേതര നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഡൽഹിയിൽ വലിയ പോരാട്ടങ്ങൾ നടന്നു. നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. എത്ര ദിവസമാണ് ED പീഡിപ്പിച്ചത് ചോദ്യം ചെയ്യുന്നുള്ള പേരിൽ. അന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന MP ആണ്, 75 വയസ്സിലധികമുണ്ട്, E.T. മുഹമ്മദ് ബഷീർ. ഞങ്ങളോടൊപ്പം അറസ്റ്റ് വരിച്ച് ഞങ്ങളോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയാണ്. അതുപോലത്തെ ഏറ്റവും അടുപ്പമുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക. രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. കേരള കോൺഗ്രസ് നിങ്ങൾ ആലോചിക്കും, ഇവിടെ കിട്ടിയ 7 സീറ്റുകളുണ്ട്. UDFൻ്റെ ഒപ്പം നിന്ന് കേരള കോൺഗ്രസിനെ ജനം അംഗീകരിച്ചു. മറ്റേ കേരള കോൺഗ്രസിൻ്റെ പൂജ്യമായിപ്പോയി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഹൈക്കമാൻഡാണ് അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചത്. എല്ലാ ഘടകകക്ഷികളുടെയും പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്തു. ഇത് LDF അല്ല. CPM അടിച്ചേൽപ്പിക്കുന്നത് CPIക്കാർ തലകുലുക്കി അംഗീകരിക്കണ പോലെയല്ല. UDFൽ പണ്ടും വിശാലമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ പരസ്യമായി പറഞ്ഞു. ഇതിപ്പോൾ അവർ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് ക്ഷണിച്ചത് പ്രകാരം വന്നു, അവരുടെ അഭിപ്രായം പറഞ്ഞു. ജനവികാരം, അവരുടെ സംഘടനാപരമായ അഭിപ്രായം, അതൊക്കെ അവർക്ക് പറയാൻ അവകാശമുണ്ട്. അവരുടെയും കൂടി വോട്ട് നേടിയ 102 സീറ്റ്. കോൺഗ്രസിനോടൊപ്പം നിന്ന് പോരാടിയ രാഷ്ട്രീയ ചരിത്രമുള്ള സംഘടനയല്ലേ NSS. നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? അവര് സമദൂര നിലപാടെടുത്ത് എത്ര വർഷം നിങ്ങൾ ഞാൻ ചോട്ടാ വിമോചന സമരം അടിസ്ഥാനപ്പെടുത്തുകയാണല്ലോ ഇപ്പോഴത്തെ കാര്യം. ഞാൻ പറഞ്ഞത് NSS, SNDP എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് കോൺഗ്രസിന് അടുത്ത ബന്ധമാണ്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള സംഘടനകളാണ് അവർ. ഭരിക്കുമ്പോൾ പലതരത്തിലും അനുകൂലിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അതൊന്നും ഒരു അസഹിഷ്ണുതയോടുകൂടി കാണുന്ന പാർട്ടിയല്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് UDF. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തോൽക്കാനുള്ള കാരണം എന്താ? ഇവരെല്ലാവരും കൂടെ വിമർശിച്ചിരുന്നു ഭരണത്തിനെതിരായിട്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഭരണത്തിൽ വരായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. തോറ്റാലും ജയിച്ചാലും അവരുടെ അഭിപ്രായം ഞങ്ങൾ കേൾക്കാറുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളിൽ അത് മറ്റ് സംഘടനകൾക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞില്ല. ഞങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല. അത് അവരുടെ അഭിപ്രായം. പാർട്ടി തീരുമാനം പാർട്ടിയിൽ എടുക്കണ്ടേ. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, നിലപാടുകളാണ് ഓരോ വിഷയത്തിലും. ഇപ്പം എല്ലാറ്റിനും അന്ധമായി എതിർക്കുന്ന ആളല്ല VD സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ KC വേണുഗോപാൽ. ചില വിഷയങ്ങളിൽ ചില എതിർപ്പുകൾ ഉണ്ടാവും, അത് അസഹിഷ്ണുത ഉണ്ടാവും. അത് എന്നും വഴക്കൂടാനല്ലോ. ആ നിലപാടുകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് വലിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ളത്. അത് ജാതി മത വിരുദ്ധമല്ല, എല്ലാവരെയും സംയോജിപ്പിച്ചു പോകുക എന്നുള്ളതാണ്. അതിൽ നല്ല രീതിയിൽ ആശയവിനിമയം എല്ലാവരുമായിട്ട് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പറവൂര് അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് ഏറ്റവും കൂടുതൽ NSS യൂണിറ്റുകളുണ്ട്. അവിടെ എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ എത്ര ഭൂരിപക്ഷം? അതിന് മുമ്പത്തെ എത്ര ഭൂരിപക്ഷം? ഇപ്പോൾ നിലപാടുകളാണ്. അന്ധമായിട്ട് NSSനെയോ SNDPയോ
എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവില്ല, നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ജാതി മത സംഘടനകളെ എതിർക്കുകയല്ല, അങ്ങനെ ഒരു ജാതി മത സംഘടനകൾക്ക് വഴങ്ങി മതേതരത്വത്തിന് കളങ്കം വരുത്തരുത് എന്നുള്ള നിലപാട് വി ഡി സതീശനുണ്ട്. അല്ലാതെ ഒരു മതത്തിനോ ഒരു ജാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അദ്ദേഹം നിൽക്കുന്നത് ഒരു നിലപാട് സ്വീകരിക്കണ്ടല്ലോ കോൺഗ്രസിന്റെ കാര്യമില്ല. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗം പോലും അല്ല NSS, ഒന്നുമല്ല. UDF-ന്റെ ഭാഗമായ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് ഒരു നിലപാട് പ്രശ്നമാണ്. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം UDF-ലെ ഘടകകക്ഷിയാണ്. പല സീറ്റിലും മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി കോൺഗ്രസും, പല സീറ്റിലും കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി മുസ്ലിം ലീഗൊക്കെ ജയിക്കുന്നതാണല്ലോ മുന്നണി എന്ന് പറഞ്ഞത്. ആ മുന്നണിയിലുള്ള ആളുകൾക്ക് അവർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലല്ലോ. അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതികൾ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം അവരെ ക്ഷണിക്കുന്നു, അവരെ അഭിപ്രായം കേൾക്കുന്നു. ഇത് എല്ലാ കാലത്തും കേട്ടിട്ടുണ്ട്. ഏത് കാലത്താണ് കേൾക്കാതിരുന്നിട്ടുള്ളത്? അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങല്ല. ഇത് സമവായത്തിലൂടെ ഒരു 2-3 പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമല്ലോ. ആ അഭിപ്രായം കേട്ടു, അതിലെന്താണ് അവർ പറഞ്ഞ് എന്താണ് ഇവർ കേട്ടതെന്നും ആരും പുറത്ത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മുന്നണിയിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും സമദൂരം എത്രയോ വർഷമായിട്ട് പാലിച്ചിട്ടുള്ളതാണ് അവരുടെ നിലപാടാണ്. ആ നിലപാടിനെ കോൺഗ്രസ് ആരെങ്കിലും ചോദ്യം ചെയ്യുള്ളൂ? ആ സംഘടനയുടെ നിലപാടാണ്. അതിൽ ഇഷ്ടമുള്ളവർക്ക് കോൺഗ്രസ്സിന്, ഇഷ്ടമുള്ളവർക്ക് CPM-നൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ സമദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് NSS. അപ്പോൾ അത് ആ നിലപാടിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട്? ആ സംഘടനയുടെ തീരുമാനം.